ഇത് കാണുമ്പോഴേ അറിയാലോ ഇതിൻ്റെ പ്രായം എത്രയാന്ന്. ഇതിന് ഏകദേശം ഒരു 45 വർഷത്തെ പഴക്കമുണ്ട്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഇത് എൻ്റെ കയ്യിലെത്തി. അതായത് അമ്മച്ചിയുടെ സാധനങ്ങളാണ് ഇതെല്ലാം. തലമുറ കൈമാറി വരുന്ന സാധനങ്ങളാണ്. ഹലോ, വെൽക്കം ബാക്ക്. ഇവരൊക്കെ ഒത്തിരി പഴയ ആൾക്കാരാണ്. ഇവരുടെ തണ്ട് കണ്ടാലേ അറിയാമല്ലോ എത്രത്തോളം മൂത്തതാണ്. ഏതാണ്ട് 40 വർഷത്തിലേറെ പഴക്കമുള്ള കഥകൾ പറയാനുണ്ട് നമ്മുടെ ഈ ബൊഗൈൻവില്ലയ്ക്ക്. ഒരു പൂക്കാലം കഴിയുമ്പോൾ നമ്മളൊരു ഹാർഡ് പ്രൂണിങ് നടത്തും. അതായത് കട്ടിയുള്ള വലിയ തണ്ടിൽ നിന്ന് തൊട്ട് മുകളായിട്ട് എല്ലാം മുറിച്ച് കളയും. അതിനുശേഷം അവരെല്ലാം ഇങ്ങനെ തഴച്ചു വളരും. ഇനിയിപ്പം സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ സമയമാണ്. അതായത് ഈ കട്ടിയുള്ള കമ്പിൽ നിന്ന് വന്നിരിക്കുന്ന ചെറിയ കമ്പുകളെല്ലാം നമുക്ക് ഇനി വെട്ടിമാറ്റണം. എന്നാൽ മാത്രമേ ഇവരിനി ഫുള്ളായിട്ട് പൂക്കത്തുള്ളൂ. ഏതാണ്ട് 2 വർഷം മുമ്പ് നമ്മൾ ഇവരെ എല്ലാം റീപോട്ടിങ് ചെയ്തിരുന്നു. കാരണം ഇതിൻ്റെ കമ്പുകൾ വളരെ തിക്കാണ്. അതനുസരിച്ച് വേരുകളും താഴോട്ട് പോകും. അപ്പം നമ്മളുടെ ചെടിച്ചട്ടികൾ തനിയെ പൊട്ടും. അങ്ങനെ 2 years ബാക്കാണ് നമ്മൾ റീപോട്ടിങ് ചെയ്തത്. ഇനി മേ ബി അടുത്ത ഒരു വിത്തിൻ എ ഇയർ ഓർ 2 നമ്മൾ എഗെയിൻ റീപോട്ടിങ് ചെയ്യേണ്ടി വരും. നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. വേറൊരു ഒബ്സ്ട്രക്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ ചെടി വെക്കാനായിട്ട് ഒരു ട്രഫുണ്ട്. അത് ഇവിടുന്ന് നീണ്ട് അപ്പുറം വരെയുണ്ട്. നമുക്കിവിടെ 2 ട്രഫാണുള്ളത്. ഒന്ന് 2 ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്നതാണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയുമാണ്. അപ്പോൾ ഇന്ന് ഇതിനെ എല്ലാം ഞാൻ പ്രൂൺ ചെയ്യാൻ പോവാണ്. പ്രൂൺ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് പൂക്കൾ ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് അതിന് പറ്റിയ സമയം. ഒക്ടോബർ നവംബർ ആകുമ്പോഴാണ് നമ്മളിത് പ്രൂൺ ചെയ്ത് വിടുന്നത്. കാരണം വേനൽക്കാലത്താണല്ലോ നമ്മുടെ കടലാസ് റോസകളെല്ലാം പൂക്കുന്നത്. നല്ല ചൂട് സീസൺ ആകുമ്പം ഇത് ഫുള്ളങ്ങ് പൂക്കും. നമ്മളുടെ ഇവിടെയുള്ളത് മൾട്ടി കളേർഡാണ്. പല കളറുണ്ട്. അത് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, പിന്നെ കട്ടയ്ക്കുള്ള പൂക്കളുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള പൂക്കളുണ്ട്. അപ്പം നമ്മളിവിടെ പലരോടും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പം പോലും പറയുന്നത് നിറയെ കടലാസ് റോസ് പൂത്ത് നിൽക്കുന്ന വീടെന്നാണ്. പക്ഷേ ഈ ട്രഫിലല്ല നമ്മൾ ചെടി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മണ്ണിട്ട് അതിനകത്ത് നമ്മൾ ചെടിച്ചട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ചെടിച്ചട്ടി മണ്ണിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് സ്റ്റേബിളായിട്ടിരുന്നോളും. ഇതാണ് നമ്മുടെ ബൊഗൈൻവില്ലയുടെ സൈറ്റ്. ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് പൂക്കുന്നത്. കടലാസ് റോസുകൾ പൂക്കുന്നത് ചൂട് സീസണിലാണ്. അപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളിവരെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇങ്ങനെ നല്ല ഒരു കട്ടിംഗ് നൈഫ് വേണം. ഇതാണ് ഞാൻ എടുക്കുന്ന നൈഫ്. നല്ല സാധനമാണ്, നല്ല ഷാർപ്പുമാണ്. എന്നിട്ട് നമ്മൾ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാധനമാണ്. കറക്റ്റ് ആ തണ്ടിൻ്റെ താഴെ വെച്ച് തന്നെ നമ്മളിതിനെ മുറിച്ചു മാറ്റണം. കാരണം ഇനി വളരുന്ന തളിപ്പാണ് പൂവായി മാറേണ്ടത്. ഏതാണ്ട് അടിയിൽ നിന്ന് വെച്ച് തന്നെ കണ്ട. ഇപ്പോൾ ഈ ഏരിയ അത്രയും ഞാൻ മുറിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളിവനെ മുട്ടയടിക്കുകയാണ്. ഈ ചൂട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്തിരിക്കണം. പിന്നെ ബൊഗൈൻവില്ലയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് അധികം വെള്ളം വേണ്ട. ഒരു 2 days കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതും ചെടിച്ചട്ടിക്കകത്ത് നിൽക്കുന്നതുകൊണ്ട്. അല്ല, നിലത്ത് നിൽക്കുന്ന സാധനമാണെങ്കിൽ 3 to 4 days ഗ്യാപ്പ് ഇട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി.
യെസ്, ഇവനെ നമ്മളിപ്പോൾ മുട്ടയാക്കി. ഇനി ഇത് മുഴുവൻ തഴച്ചു വരും, അത് മുഴുവനും പൂവായിരിക്കും. ഇനി ഇത് മുഴുവനും നമുക്ക് ചെയ്തെടുക്കണം. എന്തിനും ഏതിനും എനിക്കൊരു കൂട്ടുകാരനുണ്ട്, എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഏരിയ മുഴുവനും പ്രൂൺ ചെയ്ത് കഴിഞ്ഞു, മട്ടം വെട്ടിക്കളഞ്ഞു. ഇപ്പം കമ്പുകൾ മാത്രമായി. ഈ സെക്ഷനിങ് വരെയുണ്ട്, അതെല്ലാം പ്രൂൺ ചെയ്തു. ഇവിടെ കുറേ ബൊഗൈൻവില്ലകൾ പൂത്ത് നിൽക്കുക. നമ്മൾ ആ പൂത്തതിനെ മാത്രം കളയാതെ ഇരിക്കാൻ നോക്കുവാണ്. അങ്ങനെ ഈ ഏരിയയിലെയും നമ്മൾ എല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു ചെറിയ സങ്കടം കൊണ്ട് അത്യാവശ്യം ചെറിയ പൂക്കൾ മാത്രം നിർത്തി. ഇവരൊക്കെ നേരത്തെ പൂത്തവരാണ്. ഇത് അങ്ങനെ പ്രൂണിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവർക്ക് DAP ഇട്ട് കൊടുക്കണം. അത് 1 സ്പൂൺ വീതം മതി. അത് ചെടിക്ക് മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല പൂക്കൾ ഉണ്ടാവൂ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അപ്പം മണ്ണിളക്കാനായിട്ട് എനിക്ക് ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് മണ്ണിളക്കുക. 2 സൈഡും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം DAP എടുക്കുക. ഇതിപ്പം DAP വൈറ്റ് കളേർഡാണ്, ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ 1 സ്പൂൺ വീതം മതി. ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ DAP ഇട്ടു. ഇനി ഈ മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ DAP ഇതിൻ്റെ അടിയിലായി. ജസ്റ്റ് 1 സ്പൂൺ വീതം എടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പ്രൂണിങ് സെക്ഷൻ കഴിഞ്ഞു. DAP ഇട്ടു, എല്ലാവരും മുട്ടകളായി. പക്ഷേ വിത്തിൻ നോ ടൈം ഇതെല്ലാം പൂത്ത് നല്ല പൂവാകും. പ്രൂണിങ് കഴിഞ്ഞു, എല്ലാ ചെറിയ ശിഖരങ്ങളും വെട്ടിക്കളഞ്ഞു. ഇപ്പം നമ്മുടെ ബൊഗൈൻവില്ലയുടെ തണ്ടുകൾ എങ്ങനെ ഇരിക്കുന്നു. എത്ര സ്ട്രോങ് ആയിട്ടും എത്ര പഴയ സ്റ്റമ്പാണെന്ന് നോക്കി. പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റിയൊരു സാധനമാണിത്. എത്ര വർഷം വേണേലും ഇവർ ജീവിക്കും. ഓരോ തലമുറ കൈമാറി ഇവരെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരും ഇതിനെ നല്ല പോലെ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ. ഞങ്ങൾക്കിവിടെ ടോട്ടൽ 16 ചട്ടികളാണുള്ളത്. ഈ സെക്ഷനിൽ 10 എണ്ണവും പിന്നെ ഈ സൈഡിൽ 6 എണ്ണവും. അങ്ങനെ 40-45 വർഷം പഴയ സാധനങ്ങളാണ് ഇത്രയും പ്രഷ്യസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിലോ, നമ്മൾ നോക്കി നടത്തിയില്ലെങ്കിലോ, സമയാസമയം വളങ്ങളും വെള്ളവും എല്ലാം കൊടുത്തില്ലെങ്കിലോ ഇവരെല്ലാം ചത്തുപോകും. നമ്മുടെ ബൊഗൈൻവില്ല എല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ദേ ഇപ്പോഴത്തെ വ്യൂ ഇങ്ങനെയാണ്. എല്ലാം മുട്ടയായി.